വളരെ ഈസി ആയിട്ട് നമ്മൾ ഡോക്യുമെൻറ്റ്സുകൾ ആക്സസ് ചെയ്യുന്ന ഒരു ആപ്പിനെ കുറിച്ചാണ്. അതായത് നമ്മൾ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ബാങ്കുകളിലോ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ അവർ ചോദിക്കുന്ന ഡോക്യുമെൻറ്റ്സ് നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അല്ലാതെ നമ്മൾ മൊബൈലിൽ നമ്മൾ പോയിട്ട് അവർ ചോദിക്കുന്ന ഡോക്യുമെൻറ്റ്സ് നമ്മൾ മൊബൈൽ ഗാലറിയിൽ പോയിട്ട് നമ്മൾ ഇമേജ് ഡോക്യുമെൻറ്റ്സ് എടുക്കുമ്പോൾ നമുക്ക് ഇവിടെ ഒരുപാട് ഫോട്ടോസും ഡോക്യുമെൻറ്റ്സ് നമ്മൾ മൊബൈൽ കാണുമല്ലോ. അപ്പോൾ നമുക്ക് ഒരുപാട് ടൈം പിടിക്കും. എവിടെയാണ് നമ്മൾ കൺഫ്യൂഷൻ, എവിടെ കിടക്കുന്നു എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ആ ഒരു സന്ദർഭത്തിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടേതായ ഫോട്ടോസുകളായാലും ഡോക്യുമെൻറ്റ്സുകളായാലും ഈ ആപ്പിനകത്ത് നമുക്ക് സൂക്ഷിച്ച് പർട്ടിക്കുലർ ഫോൾഡറിനകത്ത് നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാം. ഈ ആപ്പ് വഴി ഈ ആപ്പിനെ കുറിച്ചാണ് നിങ്ങളെ ഇനി ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഓക്കെ, ആപ്പിൻ്റെ പേര് എയറോഡോക്സ് എന്ന് പറയുന്ന ആപ്പാണ്. അത് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോവുക. പ്ലേ സ്റ്റോറിൽ പോയിട്ട് എയറോഡോക്സ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക. അത് 4.7 റിവ്യൂ ഒക്കെ ഉള്ള ആപ്പാണ്. അത് നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. പ്ലേ സ്റ്റോറിൽ പോയിട്ട് നമ്മൾ എയറോഡോക്സ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾ എയറോഡോക്സ് എന്ന് പറയുന്ന ആപ്പ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾ ജിമെയിൽ ഐ ഡി വെച്ച് ലോഗിൻ ചെയ്യുക. ജിമെയിൽ വെച്ച് ലോഗിൻ ചെയ്യണം. ഫസ്റ്റ് അത് ഞാനിപ്പോൾ ആൾറെഡി ലോഗിൻ ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഓക്കെ, അന്നേരം ഇങ്ങനെ കുറേ ഡിഫോൾട്ടായിട്ട് കാണിക്കും. ഫാമിലി ഡോക്യുമെൻറ്റ്സ് ഞാൻ ഡിലീറ്റ് ചെയ്ത് ഞാൻ ചെയ്തത് പിന്നെ കാണിച്ചു ഇങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ഐഡൻറ്റി കാർഡ്സ്, ബാങ്ക് ഇതൊക്കെ ഡിഫോൾട്ടായിട്ട് ഇതിനകത്ത് കാണും. ഓക്കെ, നമ്മൾ ഐഡൻറ്റി കാർഡ്സ് ഇപ്പം നമ്മൾ നാഷണൽ ഐ ഡി, പാസ്പോർട്ട്, അതായത് നമുക്ക് ഫ്രീ വെർഷനായിട്ട് പരസ്യം ഉണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് പരസ്യങ്ങൾ വരും. അത് ക്ലോസ് ചെയ്ത് കൊടുക്കുക, അത് ഓർമ്മ. ഓക്കെ, നമുക്ക് ഐഡൻറ്റി കാർഡ്സ് ഇപ്പം എൻ്റെ ആധാർ കാർഡ്, അതല്ലെങ്കിൽ പാസ്പോർട്ട്, വോട്ടേഴ്സ് ഐ ഡി കാർഡ് അങ്ങനെയുള്ള ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് നമുക്ക് സൂക്ഷിച്ചിടാൻ പറ്റും. അതായത് നമ്മൾ ആ ഡോക്യുമെൻറ്റ്സ് ചെയ്ത് നമ്മൾ ക്യാമറ സ്കാൻ ആണെങ്കിൽ നമ്മൾ ആ സമയത്ത് ആധാർ കാർഡ് എടുത്ത് ഫോട്ടോ എടുത്ത് വെച്ചിട്ട് അതല്ലെങ്കിൽ ഇമ്പോർട്ട് ഇമേജ് ഇവിടെ നമ്മൾ മൊബൈലിൽ ഏതെങ്കിലും ലൊക്കേഷൻ കിടക്കുന്ന ആ ഡോക്യുമെൻറ്റ്സ് നമുക്ക് ഇമ്പോർട്ട് ചെയ്ത് ഇതിനകത്ത് കൊണ്ടിടാൻ പറ്റും. അതല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് PDF ഫയൽസ് ആയിരിക്കാം. നമ്മുടെ ഡോക്യുമെൻറ്റ്സ് PDF ഫയലായിരിക്കും. ആ PDF ഫയൽ നമുക്ക് ഇതിനകത്തുകൊണ്ട് സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ ആവശ്യമനുസരിച്ച് നമുക്ക് ബാങ്ക് ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ കാണും. അത് ഇതേപോലെ സെയിം ഓപ്ഷൻ തന്നെയാണ്. അതേപോലെ തന്നെ നമ്മൾ ഇൻഷുറൻസ്, നമ്മൾ എഡ്യൂക്കേഷൻ ഡോക്യുമെൻറ്റ്സ്, സർട്ടിഫിക്കറ്റ്, നമ്മളിപ്പോൾ മക്കളുടെ മാർക്ക് ലിസ്റ്റ് സർട്ടിഫിക്കറ്റ്, ഇതെല്ലാം ഇമ്പോർട്ടൻറ്റ് ഫയൽസുകൾ ഇതിനകത്ത് നമുക്ക് സൂക്ഷിച്ചിരിക്കാം. സെയിം ഓപ്ഷൻ കൊണ്ട് സൂക്ഷിച്ചിരിക്കാം. ഓക്കെ, പിന്നെ നമുക്ക് വെഹിക്കിൾ പ്രൂഫ്, അതുപോലെ നമുക്ക് കസ്റ്റം ഫോൾഡർ, നമുക്ക് ഇഷ്ടമുള്ള ഒരു കസ്റ്റം ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എനിക്കിപ്പോൾ ഫാമിലി ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് ഫാമിലി ഫോട്ടോസ് എന്ന് പറയുന്നൊരു ഫോൾഡറും ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതേപോലെയാണ് നമുക്ക് കസ്റ്റംസ് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാൻ. നമുക്ക് അതേപോലെ പുതിയത് വേണമെങ്കിൽ പുതിയ പേര് കൊടുക്കാൻ പറ്റും. എന്നിട്ട് നമ്മൾ ഫാമിലി ഫോട്ടോസോ ഒക്കെ ഇതിനകത്ത് കൊണ്ട് സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ, പരസ്യം വരുന്നുണ്ട്. ക്ലോസ് ചെയ്ത് കൊടുക്കാൻ ജസ്റ്റ് വെയിറ്റ് ചെയ്യണം. ഫ്രീ വെർഷനായിട്ട് ക്ലോസ് ചെയ്ത് ഓക്കെ ക്ലോസ് ആക്കും. ഓക്കെ, അതേപോലെ മനസ്സിലായല്ലേ? എല്ലാം മനസ്സിലാക്കാമെന്ന് വിചാരിക്കുന്നു. അതേപോലെ നമുക്ക് സെക്യൂർ വോൾട്ട്, നമുക്ക് പാസ്വേഡ് ഇതിനകത്ത് പാസ്വേഡ് കൊടുത്ത് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഇഷ്ടമുള്ള പാസ്വേഡ് കൊടുക്കുക. ഇതിനകത്ത് നമുക്ക് സെയിം പക്ഷേ പാസ്വേഡ് കൊടുത്ത് നമ്മൾ ഇമ്പോർട്ടൻറ്റ് ഫയൽസ് പോയാൽ പിന്നെ ആർക്കും അത് ഓപ്പൺ ചെയ്യുമ്പോൾ പാസ്വേഡ് ചോദിക്കും, ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, എന്നിട്ട് നമുക്ക് നോട്ട് പാഡ്, നമുക്ക് നമ്മളെ നോട്ടുകൾ, നമുക്ക് ഇഷ്ടമുള്ള നോട്ടുകൾ, നമ്മളെ ഡേറ്റുകളും കാര്യങ്ങളൊക്കെ എന്താണ് നമുക്കിവിടെ ജസ്റ്റ് സേവ് ചെയ്തിടാൻ പറ്റും. ലെഫ്റ്റ് സൈഡിൽ ക്ലിക്ക് ആക്കുമ്പോൾ നമ്മൾ സേവ് ചെയ്ത ഡോക്യുമെൻ്റ് കാണും. പുതിയത് വേണമെങ്കിൽ വെയിറ്റ് ചെയ്യാം. പുതിയതാണെങ്കിൽ പ്ലസ് ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്ത നോട്ട്സ് നമ്മൾ അങ്ങനെ ഓരോന്നാണ് നമുക്ക് ഇതിനകത്ത് ആവശ്യമുള്ള ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഒരു ക്ലിക്ക് ചെയ്ത് നമ്മൾ പ്രൊഫൈലിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് 500 MB ആണ് നോർമൽ. അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. 500 MB ഒക്കെ മതി. നമ്മൾ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ചെറിയ ഫയൽസ് ആണ്. അതുകൊണ്ട് നമുക്ക് 500 MB മതി. എന്നിട്ട്
മൈ പ്രൊഫൈൽ പോയി കഴിഞ്ഞാൽ വേണ്ട നമുക്ക് ആഡ് 2 ഫാക്ടർ ആതൻറ്റിക്കേറ്റ് കൊടുത്തിടാൻ പറ്റും. അതായത് ഗൂഗിൾ ആതൻറ്റിക്കേറ്റർ വഴി നമുക്ക് ഇത് ചെയ്ത് അതിനകത്തൊരു മെസ്സേജ് വരും, മറ്റേ ഇത് ഓപ്പൺ ചെയ്യുമ്പോഴും ഒരു കോഡ് വരും. ആ കോഡ് കൊടുത്തിട്ട് ഈ ആപ്പ് ഓപ്പൺ ആക്കുമ്പോൾ ആ ഒരു കോഡ് കൊടുത്താൽ മാത്രമേ അത് ഓപ്പൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ നമുക്ക് സെക്യൂർ ആയിട്ട് ഈ ആപ്പ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യുന്നതൊക്കെ മനസ്സിലാവും. ഓക്കെ. പിന്നെ നമ്മൾ ഇത് ഇതിൻ്റെ ഉപയോഗം ഫോർമാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, മൊബൈൽ ഫോർമാറ്റ് ചെയ്ത് പുതിയ ഫോൺ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ജിമെയിൽ ഐ ഡി ഓർത്തിരുന്നാൽ മതി. ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക, എന്നിട്ട് നമ്മൾ ജിമെയിൽ ഐ ഡി എടുത്തിട്ട് ഈ ആപ്പ് ഓപ്പൺ ചെയ്യുക. അന്നേരം ഇതെല്ലാം നമ്മൾ കൊടുത്ത ഒരു പ്രാവശ്യം നമ്മൾ സെറ്റ് ചെയ്തത് അതേപോലെ അവിടെ കണക്ട്, അത് നമ്മൾ പോകില്ല. ഇതിനകത്ത് തന്നെ ഫോൺ മാറിയാലും ഫോർമാറ്റ് ചെയ്താലും നമ്മൾ ഒരു പ്രാവശ്യത്തെ എല്ലാ ഡീറ്റെയിൽസും കാണാൻ പറ്റും. അങ്ങനെ ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി അമർത്തുക. ഇതിൻ്റെ ഈ ആപ്പിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഞാൻ വേണമെങ്കിൽ ഈ ആപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.